അമേരിക്കയുടെ മാനസപുത്രനായിട്ടുള്ള ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ശത്രു അസീം മുനീറിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ശബ്ദം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. പാകിസ്ഥാനെ സ്വീകരിക്കുന്നതിനും ഇന്ത്യയിൽ 50% വരെ ഉയർന്ന തീരുവ ചുമത്തുന്നതിനും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കാരണവുമില്ല എന്നും അമേരിക്കയിൽ ഉയർന്നു വന്ന ആ ശബ്ദം പറയുന്നു. ഈ ശബ്ദം മൈക്കൽ റൂബിൻ്റേതാണ്. മുൻ പെൻറ്റഗൺ ഉദ്യോഗസ്ഥനാണ് മൈക്കൽ റൂബിൻ എന്ന് പറയുന്ന വ്യക്തി. പാകിസ്ഥാനെ തീവ്രവാദത്തിൻ്റെ സ്പോൺസറായി പ്രഖ്യാപിക്കണമെന്ന് മുൻ പെൻറ്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ US-ന്റെ പാകിസ്ഥാൻ നയത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് നൽകിയ ചുവപ്പ് പരവതാനി സ്വീകരണത്തെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. ഇത്രയും ഗംഭീരമായ സ്വീകരണം നൽകുന്നതിന് പകരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാർത്താ ഏജൻസിയായിട്ടുള്ള ANIക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക് 50% തീരുവ ചുമത്തുന്നത് ശരിയല്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ താരിഫ് കുറയ്ക്കണം. നേരത്തെ ഏർപ്പെടുത്തിയ കനത്ത താരിഫിന് ട്രംപ് മാപ്പ് പറയണം. എന്നിരുന്നാലും ട്രംപ് ഒരിക്കലും ക്ഷമ ചോദിക്കാൻ തയ്യാറല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൈക്കൽ റൂബിൻ കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയാണ്: ഏത് തർക്കവും നയതന്ത്രപരമായി പരിഹരിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. ഇത് പലപ്പോഴും രഹസ്യമായി ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾ വാമൊഴിയായി ക്ഷമാപണം നടത്തേണ്ടി വരും. അത് എഴുതി കൊടുത്തില്ലെങ്കിൽ പോലും. പ്രസിഡന്റ് ട്രംപിന് അത് ഇഷ്ടപ്പെട്ടേക്കില്ല. പക്ഷേ ലോകത്തിൻ്റെ ജനാധിപത്യം ഒരാളുടെ അഹങ്കാരത്തെക്കാൾ പ്രധാനമാണ്. അതിനാൽ ആ വ്യക്തി എത്ര ഉന്നതനാണെങ്കിലും അവൻ നടത്തിയില്ലെങ്കിൽ മറ്റുള്ളവർ ക്ഷമാപണം നടത്തേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അഭിമുഖത്തിൽ ഇന്ത്യക്ക് കൂടുതൽ എണ്ണ നൽകാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് പുടിൻ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നരേന്ദ്രമോദിയെ പ്രശംസിച്ച അദ്ദേഹം ഇന്ത്യയുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കാനാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞു. അമേരിക്ക കപടത കാണിക്കുമ്പോൾ ഇന്ത്യയോട് വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ റഷ്യയിൽ നിന്ന് പലതും വാങ്ങുന്നു. അതെങ്ങനെ സാധ്യമാകുമെന്നാണ് ചോദിച്ചത്. പ്രസിഡന്റ് പുടിനും ഇക്കാര്യം പറഞ്ഞു. അതായത് ന്യൂക്ലിയർ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനം പോലും അമേരിക്ക ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള അമേരിക്കയ്ക്ക് എങ്ങനെയാണ് ഇന്ത്യയോട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറയാൻ സാധിക്കുക എന്നും പ്രസിഡന്റ് പുടിൻ ഇവിടെ വന്ന് അഭിമുഖം നൽകുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.